എത്ര പല്ലുണ്ടാകും? ചെറുപ്പത്തിൽ ചോദിച്ച ചോദ്യമാണത്. പക്ഷെ അന്നും ആരും അതിനൊന്നും ഉത്തരം പറഞ്ഞു തന്നില്ല. ശരിക്കും പല്ലിക്ക് എത്ര പല്ലുണ്ടാകും? നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് 32 പല്ലുകളാണെന്ന് എല്ലാവർക്കും അറിയാം. അടിച്ച് നിന്റെ 32 പല്ലും ഞാൻ കൊഴിക്കുമെന്ന് വെള്ളമടിച്ച് വഴക്ക് നടത്തുന്നതിനിടയിൽ ആണുങ്ങൾ കൃത്യമായിട്ട് കണക്കുകൾ പറയാറുണ്ട്. പക്ഷെ ഒരു രസമുണ്ട്. ഗ്രീക്ക് ചിന്തകനും മഹാജ്ഞാനിയുമായിട്ടുള്ള സോക്രട്ടീസ് കരുതിയിരുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കുറവായിരിക്കും പല്ല് എന്നായിരുന്നു. സ്ത്രീകൾ പല കാര്യങ്ങളിലും പുരുഷന്മാരെക്കാളും പുറകിലായിരിക്കും എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള പൊതുബോധം വലിയ ജ്ഞാനികളുടെ ഇടയിലും അന്ന് ശക്തമായിട്ടുണ്ടായിരുന്നു എന്നതാണ് അതിനർത്ഥം. 2 വിവാഹം കഴിച്ച ആളായിട്ടും ഏതെങ്കിലും ഒരു ഭാര്യയുടെയെങ്കിലും വായിലെത്ര പല്ലുണ്ടെന്ന് കൃത്യമെണ്ണി നോക്കാൻ, ശാസ്ത്രത്തിൻ്റെ രീതി പരീക്ഷിക്കാൻ അദ്ദേഹത്തിനും തോന്നിയില്ല. അതിനാൽ തന്നെ നൂറ്റാണ്ടുകളോളം മെഡിക്കൽ സ്കൂളുകളിൽ അത് തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ പല്ലുകൾ കുറവാണ് എന്ന്. സോക്രട്ടീസ് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലാത്ത കാലമായിരുന്നല്ലോ അന്നൊക്കെ. പല്ല് വളരുന്ന വിധം വെച്ചിട്ട് ജീവികളെ 3 വിധമായിട്ട് തിരിക്കാറുണ്ട്. പോളിഫയോഡോൺസ്, ജീവിതകാലം മുഴുവൻ പൊഴിഞ്ഞു പോകുന്ന പല്ലിന് കണക്കായിട്ട് വീണ്ടും പുതിയ പല്ലുകൾ മുളച്ച് പൊങ്ങിക്കൊണ്ടേയിരിക്കുന്ന വർഗം. സ്രാവൊക്കെ ഓരോ 2 ആഴ്ച കഴിയുമ്പോഴും പുതിയ സെറ്റ് നല്ല പുതിയ പല്ലുമായിട്ട് ആണ് പുറത്തിറങ്ങുക. ആനയും കാങ്ക്രുവും ഒക്കെ ഇതുപോലെ ജീവിതകാലം മുഴുവൻ പല്ല് മുളക്കുന്ന ജീവികളുമാണ്. മറ്റൊരു വിഭാഗമാണ് ഡൈഫയോഡോൺസ്. നമ്മളൊക്കെ മനുഷ്യരൊക്കെ അതിൽപ്പെടുന്നതാണ്. അതായത് ജീവിതത്തിൽ 2 പ്രാവശ്യമേ പല്ല് മുളക്കുകയുള്ളൂ. പാൽപ്പല്ല് പൊഴിഞ്ഞു പോയാൽ സ്ഥിരദന്തങ്ങൾ വരും. അതുപോയാൽ പിന്നെ വെപ്പ് വല്ലേ രക്ഷയുള്ളൂ. മോണോഫയോഡോൺസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ആകെ 1 പ്രാവശ്യം മാത്രമേ പല്ല് മുളക്കുകയുള്ളൂ. ഒരിക്കൽ മുളച്ച പല്ലുകൊണ്ട് വേണം ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ. അത് പൊഴിഞ്ഞു പോയാൽ പിന്നെ പല്ലില്ല. നമ്മുടെ പല്ലന്മാരായിട്ടുള്ള പല്ലികൾ 1-ാം വിഭാഗത്തിൽപ്പെട്ടതാണ്. അതായത് പോളിഫയോഡോൺസ്. മരണം വരെ പല്ല് മുളച്ചുകൊണ്ടിരിക്കും. 1ഉം 2ഉമല്ല പല്ല്, 100 പല്ലുകളുണ്ടാവും ആ കുഞ്ഞു വായിൽ. ശല്യം ചെയ്താൽ ചിലപ്പോൾ നമ്മളെ കടിക്കുകയും ചെയ്യും. എന്നാൽ കുഞ്ഞു മുന പോലെയുള്ള ആ കുഞ്ഞു പല്ലുകൾ കൊണ്ട് കടിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയും ഇല്ല. പല്ലിയിൽ നിന്നും കഥ പല്ലിലേക്ക് എത്തിയോ എന്ന് അമ്പരക്കണ്ട. പല്ലിയെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. ധാരാളം കൗതുകകരമായിട്ടുള്ള അറിവുകൾ പല്ലികളെക്കുറിച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ എഴുതണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് പല്ലികളുടെ വിശാല ലോകത്തേക്ക് കടക്കാം. ഓന്തുകൾ, അരണകൾ, ഉടുമ്പുകൾ എന്നിവയൊക്കെ പകൽ സജീവമാകുന്ന ഉരകജീവികളാണെങ്കിലും ഇവരുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള പല്ലികൾ രാത്രിയാണ് സജീവമാകുക. ഗെക്കോ എന്നാണ് ഇംഗ്ലീഷിൽ പല്ലികൾക്ക് പറയുക. പൊതുവെ മറ്റ് ജീവികളെ പിടിച്ചു തിന്നുന്ന കാർണിവോറായിട്ടുള്ള ലിസാർഡുകളാണ് ഗെക്കോകൾ. ജുറാസിക് കാലത്ത് 200 മുതൽ 145 ദശലക്ഷം വർഷം വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള കാലത്ത് പരിണമിച്ചുണ്ടായവരാണ് ഇവർ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗെക്കോനിഡെ എന്ന കുടുംബത്തിൽപ്പെടുന്നവരാണ് നമുക്ക് പരിചയമുള്ള ഈ പല്ലികളൊക്കെയും. ഉണ്ടക്കണ്ണും ദ്വാരച്ചെവിയും ഒക്കെയായി വിവിധ ഡിസൈനുകളിലും കളറുകളിലുമുള്ള പലതരത്തിലുള്ള പല്ലികൾ നമ്മുടെ വീട്ടിലും പുറത്തും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. പൊതുവേ വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഗെക്കോകളെ കാണുക. എങ്കിലും അന്റാർട്ടിക്ക ഒഴിച്ചിട്ട് ഒരുവിധം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഗെക്കോകളുണ്ട്. ഗെക്കോകളുടെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു പ്രത്യേകത അവയുടെ കണ്ണിന്, നമ്മുടെയൊക്കെ കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ മുകളിലുള്ള കൺപോളകൾ ഉണ്ടാണല്ലോ. അത്തരത്തിലുള്ള ചലിപ്പിക്കാവുന്ന പോള പല്ലികൾക്കില്ല. കണ്ണിന് മുകളിൽ സുതാര്യമായിട്ടുള്ള ഒരു പാടി ഉണ്ടാകും. അതിനാൽ തന്നെ സദാസമയം കണ്ണ് തുറന്നാണ് കിടക്കുന്നതെന്ന് പറയാം. കണ്ണടക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ കണ്ണ് നനക്കാനും അതിൽ വീണിരിക്കുന്ന പൊടിയും അഴുക്കുകളും ഒക്കെ തുടച്ചു നീക്കാനും വേണ്ടിയിട്ട് കൺപോളയില്ലാത്തതിനാൽ പല്ലികൾ സാധാരണയായിട്ട് അവയുടെ നീണ്ട നാവ് കൊണ്ട് നക്കി വൃത്തിയാക്കുകയാണ് ചെയ്യുക. കണ്ണ് തുറന്ന് പല്ലികൾ എങ്ങനെയാണ് ഉറങ്ങുക എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഉറങ്ങുന്ന സമയം ഇരുട്ടിലായിരിക്കും, ഏതെങ്കിലും മറവിലായിരിക്കും. അപ്പോൾ കണ്ണ് തുറന്നാലും അടഞ്ഞാലും പ്രത്യേകിച്ചിട്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇവയുടെ ലെൻസ് ഫിക്സഡ് ആണ്. നമ്മുടെ പോലെ വലിഞ്ഞും മുറുകിയും അതിൻ്റെ ഫോക്കൽ ലെങ്ത് വ്യത്യാസപ്പെടുത്തുന്ന തരത്തിലുള്ളതല്ല. കൃഷ്ണമണിയുടെ മുകളിലുള്ള നീളൻ വിടവ് അത് ചുരുക്കിയും വലുതാക്കിയും കണ്ണിനുള്ളിലേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ അളവുകളെ ക്രമീകരിക്കാൻ മാത്രമാണ് ഇവർക്ക് പറ്റുക. എന്നാൽ യുബ്ലെഫാലിഡെ എന്ന കുടുംബത്തിൽപ്പെടുന്ന ഗെക്കോകൾക്ക് കൺപോളകളുണ്ട്, ചലിപ്പിക്കാവുന്ന കൺപോളകളുണ്ട്. ഇവരുടെ കണ്ണുകളിലെ കോൺട്രോഡ് കോശങ്ങൾക്കൊക്കെ വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. മനുഷ്യരായ നമുക്കില്ലാത്ത പല കാഴ്ചക്കഴിവുകളും പല്ലികൾക്കുണ്ട്. മങ്ങിയ നിലാവെളിച്ചത്തിൽ പോലും വർണ്ണങ്ങൾ തിരിച്ചറിയാൻ പല്ലികൾക്ക് അതുകൊണ്ടാവും. രൂപസാമ്യം കൊണ്ട് പാമ്പുകളെ ഓർമ്മിപ്പിക്കും എന്നതിനാൽ തന്നെ ഒരുവിധം എല്ലാ ഉരകജാതികളോടും നമുക്കൊരു ഇഷ്ടക്കുറവുണ്ട്. ആദിമമായിട്ടുള്ള ജീവഭയവും മരണഭയവും സംശയത്തോടെ ഉരകങ്ങളോട് ഇടപെടാൻ നമ്മളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പേടിയും അറപ്പും കൂടിക്കുഴഞ്ഞ ഒരു ബന്ധം മാത്രമേ പല ഉരകങ്ങളോടും നമുക്കുള്ളൂ. കൂട്ടത്തിൽ മനുഷ്യർക്ക് ഏറ്റവും പേടി കുറഞ്ഞ ഉരകം പല്ലിയാണ്. കാരണം നമുക്കൊപ്പം തന്നെ പരിണമിച്ചുണ്ടായവരാണ് വീട്ടുപല്ലികൾ. ആയിരക്കണക്കിന് വർഷമായിട്ട് മനുഷ്യർ ഇവരെ കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ പരിചയമുള്ളവരാണ്. മനുഷ്യർ ഗുഹാജീവിതം തുടങ്ങിയ കാലം മുതൽ തന്നെ പല്ലികളും പരിണമിച്ച് നമുക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയതാണ്. കത്തിച്ചു വെച്ച പന്തങ്ങൾക്കരികിലെത്തുന്ന രാശലഭങ്ങളെയും മറ്റ് പലതരം പ്രാണികളെയും ചിലന്തികളെയും ഒക്കെ
തിന്നാനായിട്ട് വിളക്കിനരികിലെ പാറ വിള്ളലുകളിൽ അവർ പകലൊക്കെ ഒളിച്ചു നിന്നു. പിന്നെ പലതരം വിളക്കുകൾ വന്നു, വീടുകൾ വന്നു, വൈദ്യുതി വന്നു, വീട്ടുചുമരുകൾ മിനുപ്പാർന്നു, വിള്ളലുകളില്ലാതായി, മച്ചുകൾ മാറി. പക്ഷെ പല്ലി മിനുസമായ നമ്മളെ ചുമരുകളിലൂടെയൊക്കെ പിടിച്ച് കയറാൻ പറ്റുന്ന വിധത്തിൽ കാലുകൾ പരിണമിച്ച് നമുക്കൊപ്പം തന്നെ വളർന്നു. നമ്മുടെ വീടിനുള്ളിലെത്തുന്ന കൂറകളും ചിലന്തികളും പ്രാണികളും നിശാശലഭങ്ങളും ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം. വീടകങ്ങളിലെ മനുഷ്യർക്ക് ശല്യമായിട്ടുള്ള പലതരത്തിലുള്ള കീടങ്ങളെയും പ്രാണികളെയും ചിലന്തികളെയും ഒക്കെ നിയന്ത്രിക്കുന്നതിലും അവയുടെ ശല്യം കുറക്കുന്നതിലും നമുക്ക് വലിയ സഹായം ചെയ്യുന്ന പല്ലികളെ പക്ഷേ നമ്മൾ അത്ര സ്നേഹത്തോടെയോ പരിഗണനയോടെയോ അല്ല ഓർക്കാറുള്ളത്. അവരും നമുക്ക് ശല്യക്കാർ തന്നെ. മറ്റു ലിസാർഡുകളിൽ നിന്നും പല്ലികളെ, ഗെക്കോകളെ വ്യത്യസ്തരാക്കുന്നത് ഇവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കാനുള്ള കഴിവാണ്. ടിക് ടിക് എന്നത് മുതൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഇവർ ഉണ്ടാക്കും. ചിലർ ചീറും ചീറ്റും. ചിലക്കുക എന്നാണ് പൊതുവെ ഈ ശബ്ദങ്ങൾക്കെല്ലാം നമ്മൾ പറയാറ്. അപായ സന്ദേശങ്ങൾ കൈമാറാനും പരസ്പര ആശയവിനിമയത്തിനും ഇണചേരൽ വിളിയായും ഒക്കെ ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നാട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പല്ലി മച്ചിലോ ചുമരിലോ നിന്ന് ടിക് ടിക് എന്ന് ചിലച്ച് ശബ്ദമുണ്ടാക്കിയാൽ പല്ലി ചിലച്ചു സത്യം എന്ന് പറയുന്നവരുണ്ട്. പറഞ്ഞ കാര്യം ശരിയെന്ന് ടിക്ക് മാർക്ക് ഇടലാണ് പല്ലി ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവർ, ഉറച്ചു വിശ്വസിക്കുന്നവർ ഇന്ത്യയിലും നേപ്പാളിലുമൊക്കെ ഇപ്പോഴും ധാരാളമായിട്ടുണ്ട്. ഹിന്ദി, നേപ്പാളി ഭാഷകളിൽ ടിക് എന്നതിന് ശരി എന്നാണല്ലോ അർത്ഥം. അങ്ങനെ കിട്ടിയതായിരിക്കും ഈ ശരിവെക്കൽ സർട്ടിഫിക്കറ്റ്. ഇതുകൂടാതെ പല്ലി നമ്മുടെ ദേഹത്തോ മുന്നിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ പല പല ലക്ഷണങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ആകപ്പാടെ ഗുലുമാലാക്കുന്ന ഗൗളിശാസ്ത്രം എന്ന തട്ടിപ്പ് അന്ധവിശ്വാസ പരിപാടി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഗർഹൻ, വരാഹൻ, മാണ്ഡ്യൻ, നാരദൻ തുടങ്ങിയ ഋഷീശ്വരന്മാരാണ് ഈ ഗൗളിശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നുവരെ ഇവർ വാദിച്ചു കളയും. പല നിറത്തിലും പല മാതൃകകളിലുള്ള ഗൗളികൾ അവയുടെ ഓരോ ചലനങ്ങൾ വഴി ഓരോ അവയവങ്ങളിൽ വീണാലുണ്ടാകുന്ന ഫലങ്ങളെ പ്രവചിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ അവകാശവാദം. വലതു ചുമലിൽ വീണാൽ ഭാഗ്യവും ഇടതു ചുമലിൽ വീണാൽ അപശകുനവും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരു വ്യക്തിക്ക് വരാൻ പോകുന്ന പല അശുഭ സൂചനകളും ഗൗളി മലർന്നടിച്ചു വീണും ചത്തും കരഞ്ഞും ഒക്കെ കാണിച്ചു തരുമെന്നാണ് ഇവർ പറയുന്നത്. പല്ലിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ. എന്തായാലും പൂച്ചയുടെ മുന്നിലേക്ക് കൈവിട്ട് വീണാൽ പല്ലിയുടെ കഷ്ടകാലം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇബ്രാഹിം നബി എറിയപ്പെട്ട അഗ്നി ആളിക്കാൻ സഹായിച്ചതിനാൽ പല്ലി ഒറ്റയടിക്ക് കൊല്ലുന്നവർക്ക് 100 പുണ്യം എന്ന ഹദീസുണ്ടത്രേ. അത് വിശ്വസിച്ച് പല്ലികളെ ഇപ്പോഴും ഒറ്റയടിക്ക് കൊല്ലുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇത്തരം ആളുകളുടെ അന്ധവിശ്വാസം പല്ലികളുടെ കുലം മുടിക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. മറ്റു വലിയ ശല്യക്കാരൊന്നും അല്ലെങ്കിലും അവിടെയും ഇവിടെയും ഒക്കെ കാഷ്ടിച്ച് വെക്കുന്നവർ എന്ന ഒരു പരാതിയാണ് പ്രധാനമായിട്ടും പല്ലികളെക്കുറിച്ച് പലർക്കുമുള്ളത്. കൂടാതെ ചിലപ്പോൾ മച്ചിൽ നിന്നും കൈവിട്ട് മൂടാതെ വെച്ച ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ വീണ് ചത്ത് മലച്ച് സീൻ കോൺട്രാക്കുകയും ചെയ്യും. അതായത് പൊതുവെ എല്ലാവർക്കും പല്ലികളെ വീട്ടിൽ കാണുന്നത് അത്ര ഇഷ്ടമല്ല. ഇവർക്ക് വിഷമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയാണ് അതിൽ ഏറ്റവും പ്രധാനം. പല്ലി വീണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം വരുമെന്ന് തന്നെയാണ് പലരും കരുതുന്നത്. പല നാടുകളിലും സദ്യക്കൊരുക്കിയ കറിയിൽ പല്ലി വീണ് ചത്ത് അതറിയാതെ സദ്യ കഴിച്ച ധാരാളം ആളുകൾ മരിച്ച കഥ പറയാനുണ്ടാകും. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഉണ്ടാവില്ല. ഇനി ഒരു രസം കൂടി പറയട്ടെ. പല്ലിയുടെ പുറന്തൊലിയിൽ ധാരാളം ആൻറ്റിമൈക്രോബിയൽ ആയിട്ടുള്ള ആൻറ്റിബാക്ടീരിയൽ ആയിട്ടുള്ള ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അത് ഉള്ള രോഗാണുക്കളെ നശിപ്പിക്കുകയാണ് ചിലപ്പോൾ ചെയ്യുക. അതിനിടയിൽ ഇതുപോലെ ഒരു തവളക്കാര്യം കൂടി പറയാം. റെഫ്രിജറേഷൻ പരിപാടിയൊക്കെ കണ്ടെത്തുന്നതിനും വളരെ മുമ്പ് റഷ്യയിലെ ഗ്രാമീണർ പാൽ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പാൽപാത്രങ്ങളിൽ ഒരു തരം ചാരനിറമുള്ള തവളകളെയും കൂടി ഇട്ടുവെക്കുമായിരുന്നു. മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കെമിസ്റ്റായിട്ടുള്ള ആൽബർട്ട് ലെബ്ദേവ് ആ ഇനം തവളകളുടെ ശരീരത്തിൽ നിന്നും ആൻറ്റിമൈക്രോബിയൽ ആയിട്ടുള്ള ഘടകങ്ങൾ പിന്നീട് കണ്ടെത്തി. അതായത് പല്ലി വീണ ഭക്ഷണം ചിലപ്പോൾ കേടാകാതിരിക്കുകയാണ് ചെയ്യുക. വിഷജീവിയല്ലെന്ന് അറിയാമെങ്കിലും പല രാജ്യക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നത് പല്ലികൾക്ക് വിഷമുണ്ട് എന്നാണ്. ഉറങ്ങുന്ന ഒരാളുടെ മുഖത്തുകൂടി പല്ലി ഓടിയാൽ അയാൾക്ക് ചർമ്മരോഗം പിടിപെടുമെന്ന് അറബികൾ വിശ്വസിച്ചിരുന്നു. പല്ലി മൂത്രത്തിൽ തൊട്ടാൽ കുഷ്ഠം വരുമെന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. രസം എന്താണെന്ന് വെച്ചാൽ പല്ലികൾ മൂത്രമൊഴിക്കാറില്ല. ഉള്ള യൂറിക് ആസിഡ് വെള്ള നിറത്തിൽ കറുത്ത കാഷ്ടത്തോടൊപ്പം തന്നെ ചിലപ്പോൾ കാണാം നമുക്ക്. അങ്ങനെയാണ് അവ പുറത്ത് കളയുന്നത്. എൻ്റെ മൂത്രം ഇതല്ല, ഞാൻ മൂത്രം ഒഴിക്കാറില്ല എന്ന് പല്ലി വന്ന് പറയില്ലല്ലോ. അതിനാൽ ഇതുപോലുള്ള വിശ്വാസങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഹെമിഡാക്റ്റിലസ് എന്ന ജനുസിൽപ്പെട്ടതാണ് നമ്മളെ വീടുകളിലും ചുറ്റുമൊക്കെ കാണുന്ന സാധാരണമായിട്ടുള്ള പല്ലികൾ. 2 ഇനങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് വീട്ടുപല്ലികൾ എന്ന് പറയുന്നത്. ഇവരുടെ കൈവിരലുകൾക്കിടയിലുള്ള ലാമെല്ല എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ചെറിയ രോമങ്ങൾ നിറഞ്ഞ ഒരു സംവിധാനമാണ് ഈ ലാമെല്ല. ഇതാണ് ഇവർക്ക് ഉത്തരം താങ്ങി എന്ന് പറയുന്ന പേര് കൊടുത്തത്. ലാമെല്ല ഉള്ളതിനാൽ പാതി വിരൽ പോലെ തോന്നുന്നതിനാലാണ് അർദ്ധം പകുതി എന്ന അർത്ഥം വരുന്ന ഹെമി എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കും വിരലുകൾ എന്ന് പറയുന്ന ഡാക്റ്റിലോ എന്ന് പറയുന്ന വാക്കും ചേർത്തിട്ട് ഹെമിഡാക്റ്റിലസ് എന്ന ജീനസ് നാമം ഇവർക്ക് ലഭിച്ചത്. ഹെമിഡാക്റ്റിലസ് ഫ്രെനാറ്റസ് എന്ന ശാസ്ത്രനാമമുള്ളതാണ് നമ്മുടെ വീടുകളിൽ സാധാരണമായിട്ട് കാണുന്ന വീട്ടുപല്ലി. കോമൺ ഹൗസ് ഗെക്കോ, ഏഷ്യൻ ഹൗസ് ഗെക്കോ, പസഫിക് ഹൗസ് ഗെക്കോ
ചുമർപല്ലി, വീട്ടുപല്ലി, ടിക്ടിക്കി എന്നൊക്കെ ഇവർക്ക് പേരുകളുണ്ട്. ഇതിൽ തന്നെ പല കളർ വേരിയേഷനുകളിലും നമുക്ക് കാണാൻ പറ്റും. രാത്രി സജീവമാകുന്ന ഇവർ സന്ധ്യാസമയത്തും പുലർകാലത്തും ഒക്കെയാണ് പ്രാണികളെ പിടിക്കാനായിട്ട് കൂടുതലായിട്ട് പുറത്തിറങ്ങുക. പകൽ ഏതെങ്കിലും വിടവുകളിലൊക്കെ ഒളിച്ച് കഴിയും. 7.5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെയൊക്കെ നീളമുണ്ടാവും നമ്മുടെ ഈ വീട്ടുപല്ലികൾക്ക്. 7 വർഷം വരെയൊക്കെ ആയുസ്സും ഉണ്ടാവും ഇവർക്ക്. അവർക്ക് കൃത്യമായിട്ടുള്ള ടെറിട്ടറി, തീറ്റ തേടൽ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഈ ചുമരെൻ്റേത്, അത് നിൻ്റേത് എന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഇവർ പറയുന്നുണ്ടാവും. അവർ നമ്മുടെ വീട്ടിൽ സ്ഥിര താമസക്കാരും കൂടിയാണ്. സന്ധ്യക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്നതോടെ ഇവർ പല ഒളിവിടങ്ങളിൽ നിന്നും, ഫോട്ടോകളുടെ അടിയിലും അതേപോലെ നമ്മുടെ കസേരകളുടെയും ഡെസ്കുകളുടെയും ഒക്കെ അടിയിലൊക്കെ നിന്നും പ്രാണികളെ തേടിയിട്ട് നമ്മുടെ വൈദ്യുത വിളക്കുകളുടെയൊക്കെ അടുത്തേക്ക് വരികയാണ് ചെയ്യുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വീടിൻ്റെ ഉള്ളിൽ അല്ലാതെ ഇവയെ ധാരാളമായിട്ട് കാണാൻ പറ്റും. കരിയിലകൾക്കടിയിലും മരങ്ങളുടെ അടിയിലും ഒക്കെ പകൽ ഒളിച്ചു നിന്ന് രാത്രിയാണ് ഇവർ ഇര തേടി പുറത്തിറങ്ങുക. രണ്ടാമത്തെ ഇനം വീട്ടുപല്ലി ഹെമിഡാക്റ്റിലസ് ബ്രൂക്കി എന്ന് പറയുന്നതാണ്. ദേഹത്ത് ബ്രൗൺ നിറത്തിലുള്ള കുത്തുകൾ പോലെയുള്ള അടയാളങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇവർക്ക് സ്പോട്ടഡ് ഹൗസ് ഗെക്കോ എന്നും പേരുണ്ട്. സാഹസിക സഞ്ചാരിയും ബംഗാളിൽ ജനിച്ച ബ്രിട്ടീഷ് സേനാ ഓഫീസറും സറോവക്കിലെ ആദ്യത്തെ വെള്ളക്കാരനായിട്ടുള്ള രാജാവുമൊക്കെ ആയിട്ടുള്ള സർ ജെയിംസ് ബ്രൂക്കിനോടുള്ള ആദരവായിട്ടാണ് ഇതിൻ്റെ സ്പീഷ്യസ് നാമകമായിട്ട് ബ്രൂക്കി എന്ന് നൽകിയിരിക്കുന്നത്. പരിണാമ സിദ്ധാന്ത ആശയത്തിൽ ഡാർവിനോളം തന്നെ ആദരവർഹിക്കുന്ന നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് റസൽ വാലസിന് പല സഹായങ്ങളും ചെയ്തത് ഈ ബ്രൂക്കായിരുന്നു. പക്ഷേ ഏറ്റവും പുതിയ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഹെമിഡാക്റ്റിലസ് ബ്രൂക്കി തന്നെയാണോ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ വീട്ടുപല്ലികൾ എന്ന ഒരു സംശയം ഉയർന്നിട്ടുണ്ട്. ഇവ ബോർണിയോ, മലേഷ്യ തുടങ്ങിയ ഇടങ്ങളിൽ മാത്രമുള്ളവയാണ് എന്നാണ് ചില ഗവേഷകർ അവകാശപ്പെടുന്നത്. നമ്മുടെ വീട്ടുപല്ലികൾ മനുഷ്യവാസ സ്ഥലങ്ങളിൽ വളരെ എളുപ്പത്തിൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ കഴിവുള്ളവരാണ്. വീട്ടിന് പുറത്ത് ഇവ ജീവിക്കുമെങ്കിലും വീട്ടിനുള്ളിലെ സുഖവാസമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. കുടിലെന്നോ ബംഗ്ലാവെന്നോ എന്ന വ്യത്യാസമൊന്നുമില്ല. ഗ്രാമമെന്നോ നഗരമെന്നോ എന്ന വേർതിരിവില്ല. കപ്പലുകൾ ലോകസഞ്ചാരം തുടങ്ങിയതോടെ തെക്കനേഷ്യയിൽ നിന്നും ലോകം മുഴുവൻ ഈ പല്ലികളെത്തി. വീട്ടുപല്ലിയും നാട്ടുപല്ലിയും കൂടാതെ ചിത്രകൻ, പുള്ളി, വരയൻ, ചിതൽ, ആനമല, കുട്ടിവിരലൻ, പ്രസാദി എന്നീ പേരുകളൊക്കെയുള്ള പല്ലികളും ബെഡോമിയുടെ മരപ്പല്ലി തൊട്ട് പൊന്നൻ, ഇന്ത്യൻ, പൊന്മുടി, കൊട്ടിയൂർ, നീലഗിരി, സ്വിസ്പാറ, വയനാടൻ എന്നൊക്കെ പേരുകളുള്ള പലതരത്തിലുള്ള മരപ്പല്ലികളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൂടാതെ കൊല്ലങ്കൻ തറപ്പല്ലികളെ പോലെയുള്ള തറപ്പല്ലികളുമുണ്ട്. 2015 സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ചെക്ക് ലിസ്റ്റ് പ്രകാരം 21 തരം പല്ലികളാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഹെമിഡാക്റ്റിലസ് ഈസൈ, സിർട്ടോഡാക്റ്റിലസ്, ചെങ്ങോട്ടുമലയൻസിസ് എന്നീ പുതിയ പല്ലികൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ 30-ലധികം പല്ലികളുണ്ട്. പല്ലികളുടെ ഇണചേരൽ രസകരമാണ്. ആൺപല്ലികൾക്കാണ് അല്പം വലിപ്പം കൂടുതലുണ്ടാകുക. ആൺപല്ലി ഇണചേരുന്നതിന് മുമ്പ് ചില പ്രണയ ചേഷ്ടകൾ കാണിക്കും. മൂക്കുകൊണ്ട് പലതവണ പെൺപല്ലിയെ തൊട്ടുരുമ്മും. പിന്നെ കഴുത്തിന് തമാശക്കൊന്ന് കടിക്കും, കടിച്ചെടുക്കാൻ നോക്കും. ഇണചേർന്ന് 3-4 ആഴ്ചകൾക്കുള്ളിൽ ഉറപ്പുള്ള തോടോട് കൂടിയിട്ടുള്ള 2 മുട്ടകളിടും. ഒരു പ്രാവശ്യം ഇണചേർന്ന് കഴിഞ്ഞാൽ പെൺപല്ലിക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ള ബീജം അതിൻ്റെ ശരീരത്തിനുള്ളിൽ 9 മാസത്തോളം സൂക്ഷിച്ച് വെക്കാൻ കഴിയും. അതായത് ഓരോ പ്രാവശ്യവും പിന്നെ ഇണചേരേണ്ട ആവശ്യമില്ല. അതുപയോഗിച്ച് ഇടയ്ക്കിടെ ഈ 2 മുട്ടകൾ വീതമിടും. പിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലം കൊണ്ട് പ്രായപൂർത്തിയെത്തും. രസകരമായിട്ടുള്ള കാര്യം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഗാർനോട്ട് ഗെക്കോ എന്ന് പറയുന്ന പല്ലികളിൽ ഇതുവരെയായിട്ടും ആൺവർഗ്ഗക്കാരെ കണ്ടെത്തിയിട്ടില്ല. പാർത്തനോജനിസ് എന്ന് പറയുന്ന പ്രതിഭാസം വഴി പെൺപല്ലികൾ തന്നെ സിക്തണ്ടങ്ങൾ ഉണ്ടാക്കി പ്രത്യുത്പാദനം തുടരുകയാണ് ചെയ്യുന്നത്. പല്ലിമുട്ട പോലെ എന്നത് കഴഞ്ചി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അളവായിട്ട്, നാടൻ അളവായിട്ട് പണ്ട് കണക്കാക്കിയിരുന്നു. ജീരക മിഠായിയേക്കാൾ അല്പം വലിപ്പം കൂടിയിട്ടുള്ള മിഠായികൾക്ക് പണ്ട് പല്ലിമിഠായി എന്നായിരുന്നല്ലോ പേര്. കൂടാതെ പല്ലി ഉത്തരം താങ്ങിയതുപോലെയുള്ള ഒരു ചൊല്ല് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഉത്തരത്തിൽ നിൽക്കുന്ന പല്ലി ഉത്തരം താഴോട്ട് വീഴാതെ താങ്ങി നിർത്തുന്നത് താനാണ് എന്ന ഭാവത്തിൽ നിൽക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഒരു കാര്യമില്ലെങ്കിലും സർവ്വ ഉത്തരവാദിത്വവും എൻ്റെ ചുമലിലാണ്, ഞാനില്ല എങ്കിൽ കാണാമായിരുന്നു എന്ന ഭാവത്തിൽ പെരുമാറുന്നവരെ കളിയാക്കാനാണ് ഈ പ്രയോഗം സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ചുമരിലും മച്ചിലും പല്ലികളെ താഴോട്ട് വീഴാതെ സഹായിക്കുന്നത് അതിൻ്റെ കൈകാലുകളിലെ വിരലുകളിലെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞല്ലോ. ടെഫ്ലോൺ ഒഴിച്ചുള്ള ഒരുവിധം എല്ലാ പദാർത്ഥങ്ങളിലൂടെയും പിടിച്ചു കയറാനും നടക്കാനും ഒക്കെ പല്ലികൾക്ക് പറ്റും. ഹ്യൂമിഡിറ്റി അല്പം കൂടുതലാണെങ്കിൽ അവയുടെ പിടുത്തം കുറച്ചുകൂടി കരുത്തുള്ളതായിരിക്കും. പാദങ്ങളിലെ വിടർന്ന വിരലുകൾക്കിടയിൽ ലാമല്ല എന്ന പേരിലുള്ള കോരിക പോലുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള രോമസമാന സീറ്റകളുണ്ട്. ഇവ കാലും സ്പർശിക്കുന്ന പ്രതലവും തമ്മിലുള്ള വാണ്ടർബാൾസ് ബലം വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് പല്ലികൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാനും താഴോട്ട് വീഴാതെ നടക്കാനും ഒക്കെ പറ്റുന്നത് എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല, സ്പർശനം മൂലമുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷനുകളും കൂടിയാണ് ഇതിന് സഹായിക്കുന്നത് എന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ ശത്രുക്കൾക്ക് മുന്നിൽ നിന്നും ജീവൻ കാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അവസാനത്തെ അടവാണ് അവയുടെ വാൽ മുറിച്ചു കളയൽ. സ്വവിച്ഛേദനം, ഓട്ടോട്ടോമി എന്നാണ് ഇതിന് പറയുക.
വാലിലെ പേശികളിലേക്ക് പ്രത്യേക രീതിയിൽ കൂടുതൽ ബലം ഉപയോഗിച്ചിട്ടാണ് പല്ലി സ്വയം അതിൻ്റെ വാല് മുറിക്കുന്നത്. മുറിഞ്ഞു പോയാലും കുറച്ചു നേരം കൂടി ചാടിക്കളിക്കുന്ന വാലിലേക്ക് ഇരപിടിയൻ്റെ ശ്രദ്ധ ആകർഷിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അതിനിടയിൽ സ്കൂട്ടാവുക എന്നുള്ളതാണ് പല്ലിയുടെ തന്ത്രം. മുറിഞ്ഞുപോയ വാൽ പിന്നീട് വളർന്നു വരും, എങ്കിലും പോയ വാലിന് സമാനമാകില്ല പുതുതായി ഉണ്ടാകുന്ന വാൽ. കാരണം ആദ്യമുള്ള വാല് നട്ടലിൻ്റെ തുടർച്ചയായിട്ടുള്ള അസ്ഥികളുടെ ഭാഗമായിട്ടുള്ളതാണ്. എന്നാൽ തുടർന്ന് വളർന്നു വരുന്ന വാലിൽ അത്തരത്തിലുള്ള അസ്ഥികൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവവും കഴിവും വ്യത്യസ്തമായിരിക്കും. വീണ്ടും ഒരു തവണ കൂടി വാൽ മുറിക്കുക എന്നത് കുറെ കൂടി വിഷമം പിടിച്ച കാര്യം കൂടിയാണ് താനും. അതായത് വാൽമുറി പരിപാടി അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല പല്ലിയെ സംബന്ധിച്ചിടത്തോളം. വലിയ ഊർജവും അധ്വാനവും ചെലവും ഒക്കെ അതിനുണ്ട്. കൂടാതെ പിന്നീട് വളർന്നുണ്ടാകുന്ന വാല് പഴയ ഗുണമുള്ള വാലാവുകയുമില്ല. ക്ഷാമകാലത്തേക്കുള്ള ഭക്ഷ്യശേഖരം കൂടിയാണ് ഇവയുടെ വാല്. ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിലേതുപോലെ കൊഴുപ്പ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പല്ലികളുടെ വാല്. അതിനാൽ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവൻ പോകുമെന്ന ഒരവസ്ഥയിൽ മാത്രമേ പല്ലികൾ അവയുടെ വാൽ മുറിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാറുള്ളൂ. ശത്രു സ്ഥലം വിട്ടാൽ പല്ലി ഒളിവിടങ്ങളിൽ നിന്നും തിരിച്ചെത്തി തൻ്റെ നഷ്ടപ്പെട്ട വാൽ അന്വേഷിക്കുന്നത് കാണാം. എന്നിട്ട് ആ വാല് തിന്ന് അല്പം നഷ്ടം കുറക്കാൻ ശ്രമിക്കും. ഇതുപോലെ പല്ലികളുടെ വളർച്ചാഘട്ടത്തിൽ അവയുടെ ഉറ പൊഴിച്ച് കളയുമ്പോഴും പൊഴിച്ച് കളയുന്ന ഉറ പതുക്കെ അപ്പോഴപ്പോഴും തന്നെ അവ തിന്നാനും മറക്കാറില്ല. അതായത് ബനിയൻ ഊരി കളയുന്നത് പോലെ സ്വന്തം പുറംതൊലി ഉരിഞ്ഞു കളയുന്നതിനോടൊപ്പം തന്നെ അത് കുറേശ്ശെയായിട്ട് പല്ലി തിന്നുന്നുമുണ്ടാവും. എന്തായാലും ഇനി പല്ലികളെ അടുത്ത് കിട്ടിയാൽ ആ അത്ഭുത ജീവിതം ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ജുറാസിക് കാലം, അതായത് 20 കോടി വർഷം മുമ്പേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവരെ നിരീക്ഷിച്ചാൽ നമ്മൾ വെറും 2 ലക്ഷം വർഷം മാത്രമായിട്ട് ഭൂമിയിലുള്ള മനുഷ്യർക്ക് പലതും പഠിക്കാനുണ്ടാകും. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന വേറൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.